ചേമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഫെബിന്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും കാണാൻ വേണ്ടിട്ട് ചെല്ലുന്നുണ്ട്. മാളുവിന്റെ വീട്ടിൽ നിന്ന് വരുന്നതെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേരും മുഷിപ്പ് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ അവര് ഓടിപ്പോയല്ലോ എന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും സച്ചിയാണെങ്കിൽ അവരുടെ അടുത്ത് രണ്ടുപേരും എവിടെയുള്ളതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, അവർ രണ്ടുപേരും അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുള്ളതെന്ന് പറയുവാണ്. എന്നാൽ നമുക്ക് അവരെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സംസാരിച്ചിട്ടെന്നൊക്കെ ഫെബിന്റെ അമ്മ പറയുന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ്, അവന് നമ്മളെക്കാൾ ഇഷ്ടം അവളോടാണല്ലോ, അതുകൊണ്ടല്ലേ അവളുടെ പുറകെ പോയെന്നൊക്കെ ചോദിക്കുകയാണ്. ഫെബിനും മാളുവും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള വിവരം അവരെ അറിയിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ചെറിയൊരു ഷോക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ രണ്ട് കൂട്ടരും സമ്മതിച്ചാൽ മാത്രമേ അവർ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവർ ഓടിപ്പോയെന്നൊക്കെ ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചാലോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും ഫെബിന്റെ അച്ഛൻ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. ഞാനതിന് തയ്യാറായിരുന്നു എന്നൊക്കെ ഫെബിന്റെ അമ്മ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് താലെടുത്തിട്ട് വരാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. അമ്മ താലെടുക്കാൻ വേണ്ടിട്ട് വേഗം പോവാണ്. പക്ഷെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ കല്യാണം ഉറപ്പിക്കാനോ മറ്റോ വന്നതാണോ എന്ന്. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണല്ലോ, നമുക്കങ്ങ് സംസാരിച്ച് തീരുമാനിക്കാം എന്ന് സച്ചി പറയുവാണ്. എന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയ അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കണമെന്നോ, നീ താലം കൊണ്ട് വെച്ചേ എന്ന് പറഞ്ഞിട്ട് താലം അങ്ങ് തട്ടി മാറ്റി എടുത്തു വെക്കുവാണേ. ഇത് കേട്ട ഉടനെ തന്നെ അയാളെ എന്തായാലും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാക്കുകയും സച്ചിയാണെങ്കിൽ ചെറിയൊരു നമ്പർ ഇറക്കുവാണേ. സാർ അങ്ങനെ സ്നേഹത്തിന് വിരോധിയായിട്ടുള്ള ആളോ ഇല്ല എന്നുള്ള കാര്യം സാറിന് കണ്ടാൽ തന്നെ അറിയാം. സാറിന്റെ മകന് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അത് കേൾക്കാതെ അവനവന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു ദേഷ്യം, അല്ലാതെ ഒരിക്കലും സ്നേഹം തെറ്റാണെന്ന് പറയുന്ന ഒരാളോ അല്ലെങ്കിൽ സ്നേഹത്തിന് എതിരായിട്ടുള്ള ഒരാളോ അല്ല. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താ എന്നുള്ള അങ്ങനെ മട്ടില് പെരിക്കും ഇങ്ങനെ ചുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രേവതി. സാർ നിങ്ങളുടെ മകനെ നന്നായിട്ട് വളർത്തി അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. സ്നേഹമൊക്കെ കൊടുത്ത് തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് എന്റെ അച്ഛൻ ഞങ്ങളെയും വളർത്തിയത്. പക്ഷേ ഒരിക്കലും ഒരച്ഛന്റെ വേദന എന്താന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവില്ല. എന്ത് ചെയ്യാനാണ് സാർ, മക്കളോട് എല്ലാവർക്കും നല്ല സ്നേഹമായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ മകനോട് നല്ല സ്നേഹം ഉണ്ടാകും. അല്ലാതെ ഒരിക്കലും സാറ് സ്നേഹത്തിന് എതിരായിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്റെ മക്കളുടെ കാര്യത്തില് എനിക്ക് തീരുമാനം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ലേ സാറ് ചോദിച്ചിട്ട് വരുന്നത്. സാറിനുണ്ട്. അപ്പോഴേക്കും അയാൾ താലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നൈസായിട്ട് രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചു കൊടുക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഉടനെ തന്നെ അതിനകത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണേ. മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രായം വരെ അച്ഛനമ്മമാരെ തീരുമാനം എടുക്കണം. പക്ഷെ അവര് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു പക്വത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ മാത്രമേ തീരുമാനം എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പാടില്ല. എങ്കിലും അവരുടെ ജീവിതത്തിന് ശരിയായിട്ടുള്ള കാര്യം എന്താണോ അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ബാക്കി രേവതിയാണ് കേട്ടോ പറയുന്നത്. അതെ സർ, അവർ രണ്ടുപേരുമാണല്ലോ ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. അത് നോക്കിയും കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അച്ഛനമ്മമാരല്ലേ. ഒരിക്കലും സാറ് സ്നേഹത്തിന് എതിരല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഇങ്ങനെ സച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അച്ഛനും അമ്മയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് സച്ചിയാണെങ്കിൽ എത്ര വർഷം വേണമെന്നുണ്ടെങ്കിലും അച്ഛനമ്മമാര് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നോളാം എന്ന് അവര് പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം അത്രയും സത്യസന്ധമായിരിക്കില്ലേ. അച്ഛന്റെ അമ്മയുടെയും സമ്മതത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നില്ലേ. അതുപോലെ തന്നെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും സമ്മതിച്ചൂടെ. അവരെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചൂടെ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചിയും രേവതി എന്ന് പറയുന്നത് അവളുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മക്കളാണല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ തന്നെ അവര് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കും ഞാനും എന്റെ മകന്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നില്ല, എനിക്കും സമ്മതമാണെന്നുള്ള കാര്യം ഫെബിന്റെ അച്ഛനെ അറിയിക്കുമ്പോൾ ശരി ഇപ്പൊ എല്ലാം ഓക്കെ, നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. ഒരിക്കലും സാറ് സ്നേഹത്തിന് എതിരല്ല എന്നുള്ള കാര്യം എനിക്കറിയാവുന്ന സച്ചി പറയുമ്പോ നീ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഞാനൊരിക്കലും സ്നേഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളൊന്നും അല്ല എന്ന് ഫെബിന്റെ അച്ഛനും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പറയുവാണ്. അതിനിടയ്ക്ക് പീരാനാണെന്നുണ്ടെങ്കിൽ അശോകന്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഫെബിന്റെ അച്ഛനെ വിളിക്കുന്നത്. ഞാന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു, അവരൊക്കെ നല്ലവരാണ് എന്ന് ബീരാൻ പറഞ്ഞു കേട്ട ഉടനെ തന്നെ ഇവിടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് രണ്ടുപേര് വന്നിട്ട് സംസാരിച്ചു. ഇവിടെ വന്ന് സംസാരിച്ച ആ പയ്യനാണെങ്കിൽ എന്റെ മനസ്സ് മാറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇത് കേട്ട ബീരാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആരും പറയുന്നത് കേൾക്കാത്തതാണല്ലോ, എന്തായാലും ഭാഗ്യം നിങ്ങൾ സമ്മതിപ്പിച്ചല്ലോ. അവന്റെ സംസാരം കേട്ടപ്പോ ഏട്ടാ എനിക്കും ശരിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചെന്ന് ഫെബിന്റെ അച്ഛനും പറയുന്നുണ്ട്. ശരി, എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ദിവസം പെണ്ണിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബീരാൻ ഫോൺ വെക്കുവാണ് കേട്ടോ. ഫോൺ വെച്ച ഉടനെ തന്നെ ഫെബിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവളുടെ ആങ്ങളെയാണ്. അവര് ചെന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ സംസാരിച്ചു.
ആണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേ, നല്ല കുടുംബമാണ്, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് അവർ പറഞ്ഞു. അവരൊക്കെ നല്ല കുടുംബക്കാരാണ്. അശോകനങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു ദിവസം സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ അവരുടെ കുടുംബം ഇഷ്ടമാകും. ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഉറപ്പായിട്ട് ഞങ്ങൾ വരും എന്നുള്ള കാര്യം ഫെബിന്റെ അച്ഛനും പറയുവാണ്. കുറെ നേരമായിട്ട് സർ ഈ തട്ടും ഫ്രൂട്ട്സും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇനി വാങ്ങുന്നതിന് എന്താന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടു കൂടി വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് പൂജാമുറിയിലാണ് കേട്ടോ ഫെബിന്റെ അമ്മ വെക്കുന്നത്. അതിനുശേഷം ഫെബിന്റെ അമ്മ പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ നിങ്ങളുടെ കുടുംബം, അങ്ങനത്തെ നിങ്ങൾ എപ്പോഴും നന്നായിട്ടിരിക്കുന്നു ഇങ്ങനെ ആശംസിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ മകന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അളിയാൻ ഇങ്ങോട്ട് വരും. അവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം പോയാൽ പോരെ എന്ന് ഫെബിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അയ്യോ സർ, അത് പിന്നൊരു ദിവസം ആകാം, എനിക്ക് അർജന്റായിട്ടുള്ള ഒരു ട്രിപ്പ് പോകാനുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ പൂക്കട വെച്ച് നടത്തുവാണ്, പൂ കൊടുക്കാനൊക്കെ പോകാനുണ്ട്. അതുമാത്രമല്ല ഡെക്കറേഷൻ ജോലികളും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുവാണ്. എന്തായാലും ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചല്ലോ, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഇറങ്ങുന്നത്. കടയാണ് കേട്ടോ കാണിക്കുന്നത്. കടയിൽ ഒരു ടാറ്റു അടിക്കുന്ന ആള് വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അയാൾ വന്നത് കാണുമ്പോൾ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. സാർ, ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ടല്ല, വിൽക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണേ. വിൽക്കാനോ എന്ന് ചോദിക്കുമ്പോഴേക്കും ടാറ്റു അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്, ഭയങ്കര പെയിനൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. പക്ഷെ അത് കേട്ട ഉടനെ തന്നെ ശ്രുതി തനിക്ക് ടാറ്റു അടിക്കണോ എന്ന് പറയണേ. പക്ഷെ വേണ്ട, സൂചി കൊണ്ടൊക്കെ കുത്തും, ഭയങ്കര വേദനയായിരിക്കും. അത് മാത്രം ടാറ്റു അടിച്ചിട്ട് പണ്ട് ശ്രുതിയുടെ ഒരു ഫ്രണ്ടിന് പനി പിടിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവർക്കും സംഭവിക്കില്ല, എനിക്ക് അടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ കൂട്ടിയിട്ട് പോയിട്ട് ശ്രുതി കയ്യിൽ പേര് കുത്തിക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ പേടിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് പോലും പോകുന്നില്ല. കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ വിളിക്കുമ്പോഴാണ് കേട്ടോ വരുന്നത്. ടാറ്റു അടിച്ചത് എന്താണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അത് ഒരു പേരാണെന്ന് പറയാണ്. ശ്രുതിയുടെ അടുത്ത് ഗസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആദ്യം അമ്മയുടെ പേരാണോ പിന്നെ അച്ഛന്റെ പേരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ശ്രുതിയുടെ പേരാണെന്ന് പറഞ്ഞിട്ട് ടാറ്റു അടിച്ചത് കാണിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണോ അവരുടെ പേരല്ലേ കയ്യിൽ പച്ച കുത്തണ്ടെന്ന് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ശ്രുതിക്ക് തന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ കയ്യിൽ പേര് പച്ച കുത്തിയെന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. വീട്ടിൽ വരുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശ്രുതി ചെയ്ത കാര്യം എന്താന്നുള്ള കാര്യം അറിയോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അരികിലേക്ക് ചെല്ലുന്നത്. അമ്മ ഇന്ന് ശ്രുതി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ചെയ്തതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചിയും രേവതിയും അതുപോലെ തന്നെ ശ്രീകാന്ത് വർഷയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊരിക്കലും അമ്മ ഇത് പ്രതീക്ഷിച്ചില്ല, അവൾ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. ണെന്നുണ്ടെങ്കിൽ എന്താ ശ്രുതി വീണ്ടും എന്തെങ്കിലും തരികിട പണി ഒപ്പിച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം ആദ്യം നോക്കാം സച്ചിയേട്ടാ എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന്. അങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. പക്ഷേ ശ്രീകാന്തെ വേഗം വാ കാണാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്താണോ അതിന് മാത്രം കാണാന്, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അരികിലേക്ക് ചെല്ലുന്നത്. ശ്രുതിയുടെ പേര് ശ്രുതി കയ്യിൽ പച്ച കുത്തിയത് എല്ലാവരും കാണുവാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മ ഇന്ന് കടയിലേക്ക് പച്ച കുത്തുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതി പച്ച കുത്തണം എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു മറ്റെന്തെങ്കിലും ഡിസൈൻ ആയിരിക്കും പച്ച കുത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് കണ്ടത് അവള് എന്റെ പേരാണ് പച്ച കുത്തിയത് എന്നുള്ള കാര്യം. ഞാനമ്മ കരഞ്ഞു പോയി എന്നുള്ള കാര്യം പറയാണേ. എടാ പൗഡർ എടുത്തി പച്ച കുത്തിയതിന് നീ എന്തിനാടാ കരഞ്ഞെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. അത് സച്ചിയേട്ടാ ഇമോഷണൽ ആയിട്ട് കരഞ്ഞു എന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് ശ്രീകാന്ത് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. സ്വന്തം മകന്റെ പ്രിയപ്പെട്ട മകന്റെ പേര് ശ്രുതി കയ്യില് പച്ച കുത്തിയല്ലോ, അതും പെർമനന്റ് ടാറ്റു ആണ് അടിച്ചെന്നുള്ള കാര്യം കൂടി പറയുവാണ്. ശ്രുതി കയ്യില് ടാറ്റു അടിച്ച സമയത്ത് നിനക്ക് വേദനിച്ചില്ലായിരുന്നോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഡിസൈൻ ആണ് കുത്തിയെന്ന് വെച്ചാൽ ഒരുപക്ഷെ വേദനിച്ചേനെ, പക്ഷേ ശ്രുതിയുടെ പേരില് എനിക്ക് ഒട്ടും വേദനിച്ചില്ല ആന്റി എന്ന് പറയുവാണേ. ഇത് കേട്ട ഉടനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഉരുട്ട് നന്നായിട്ട് ഉരുട്ടെന്ന് പറയുവാണേ. സച്ചി ഉദ്ദേശിച്ച ഉരുട്ട് എന്താന്നുള്ള കാര്യം ശ്രീകാന്തിനും വർഷയ്ക്കും മനസ്സിലായത് കൊണ്ട് തന്നെ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അല്ല രേവതി ചപ്പാത്തി മാവിന്റെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്നാലും ശ്രുതി നിനക്ക് ശ്രുതിയോട് ഇത്രയും സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവന്റെ പേര് നീ കയ്യിൽ പച്ച കുത്തിയല്ലോ, അത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ നിങ്ങൾ അച്ഛന്റെ പേരും ഒരു കയ്യിൽ നിങ്ങളെ പ്രിയപ്പെട്ട മകന്റെ പേരും അങ്ങ് കുത്തിക്കോളാൻ വേണ്ടിട്ട് സച്ചി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതിയാണെങ്കിൽ എന്തായാലും സച്ചിയേട്ടാ ഇത് വലിയ കാര്യം തന്നെയാണ്, എനിക്കും സച്ചിന്റെ പേര് കയ്യിൽ പച്ച കുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ വേണ്ട രേവതി, നിനക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലുണ്ടായാൽ മതി. രേവതി ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ സ്നേഹമാണെന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസും അതുപോലെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടും പുറത്ത് സ്നേഹമാണെന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് റൂമിനുള്ളിൽ ചെന്നിട്ട് ഫുള്ള് അടിയായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യം രേവതി നമുക്കില്ല. ശ്രുതി ചേച്ചി ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് പോയി തൊട്ട് നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആ വേദനയോട് പറയുവാണ്, എന്താ പക്ഷേ നീയും
ടാറ്റു കുത്താൻ വേണ്ടി പോവാണ്. ശ്രുതി ചേച്ചി അവൾ അതൊന്നും ചെയ്യില്ല, അവൾക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ തന്നെ പേടിയാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അതിനെന്താ കുഴപ്പം, ശ്രീകാന്ത് എനിക്ക് വേണ്ടിയിട്ട് ടാറ്റു കുത്തും അല്ലെ ശ്രീകാന്ത് എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും അതിന്റെയൊക്കെ ആവശ്യം എന്താണ്, നിന്റെ പേര് ഞാൻ എന്റെ മനസ്സിനുള്ളില് ടാറ്റു ചെയ്തിട്ടുണ്ട്, അത് പുറത്തെടുത്ത് കാണിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അരെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അടിക്കുന്നുണ്ട്. ഇത് നോക്ക് വർഷേ, ടാറ്റു കുത്ത എന്നൊക്കെ പറയുന്നത് സ്വയം തോന്നി ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ശ്രുതി തന്നെ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ചെയ്തതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ടാറ്റു കുത്തിയാൽ മാത്രമേ സ്നേഹമുള്ളൂ എന്ന് അങ്ങനെ വല്ല അർത്ഥമുണ്ടോ? സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സ്നേഹം മനസ്സിലുണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് വർഷം അങ്ങ് കയറി പോവാണേ. അവളുടെ കാര്യം വിട്ടേക്ക്, അവള് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ശ്രുതി ഇത് വലിയ കാര്യം തന്നെയാണ്, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കും റൂമിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അമ്മേ രേവതിയുടെ അടുത്ത് ടിഫിൻ എടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അവള് മാത്രമേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഉള്ളിൽ വന്ന് ഭക്ഷണം എടുത്താൽ നിന്റെ കൈക്ക് എന്താ തളർവാദം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതി നമുക്ക് പോയിട്ട് ടിഫിൻ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അവന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്കില്ല, ഞാൻ ടിഫിൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവർക്ക് വേണ്ട ഫുഡ് എടുത്തോണ്ട് കൊടുക്കുവാണേ. ഇന്ന് സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് മാളുവിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങാതെ മടിച്ചു നിൽക്കുന്ന മാളുവിന്റെ അടുത്ത് എന്താ പുറത്തേക്ക് ഇറങ്ങാന്നെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് മാള് പറയുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാലോ, ആരോടും പറയാതെ ഇറങ്ങി പോകുന്ന സമയത്ത് ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. അല്ല അച്ഛന്റെ അമ്മയുടെയും മുഖത്ത് നോക്കണല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോ ഒരു ഭയം, അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി. അതിലിപ്പോ മടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു, അവരുടെ ഫേസ് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. ഇനിയിപ്പോ മുഖം മൂടിയിട്ട് അവരെ പോയിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സച്ചേട്ടനൊന്നും മിണ്ടാതിരുന്നു. എന്തായാലും നിന്റെ അച്ഛനും അമ്മയല്ലേ, നിന്നെ എന്ത് ചെയ്യാനാണ്, വാ എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ അവളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോവാണേ. അവൾ തിരികെ വന്ന ഉടനെ തന്നെ അശോകന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവളെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആന്റി അവളെ എന്തിനാ അടിക്കുന്നത്, വിട് എന്ന് പറഞ്ഞിട്ട് രേവതി പിടിച്ചു മാറ്റുവാണ്. അവരവരുടെ സങ്കടമാണ് കേട്ടോ കാണിച്ചത്. അശോകനും അതുപോലെ ഭാര്യയൊക്കെ കരയുന്നുണ്ട്. മാറി നിന്നപ്പോ ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നുള്ള കാര്യം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അമ്മയെ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാളു നിന്റെ സന്തോഷമാണ് മോളെ ഞങ്ങൾക്ക് വലുത്, ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട കാര്യം എന്താണ്, രണ്ട് വീട്ടുകാരെ സമ്മതിച്ചില്ലേ, ഇനി കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെന്ന് ചോദിക്കുമ്പോഴേക്കും അശോകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കാനേ വയ്യ. ഞങ്ങളുടെ സങ്കടത്തില് 4 പേരെടുത്ത് പറഞ്ഞിട്ട് ഈ പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറ്റിയേനെ. എന്നാൽ ആരും അറിയാതെ ഇത് നല്ല പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തല്ലോ, അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുവാണേ. അതിന് നന്ദിയൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അശോകന്റെ അടുത്ത് അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, കഴിഞ്ഞതെല്ലാം വിട്ടേക്കും. ഇനിയിപ്പോ എന്തായാലും നിങ്ങളുടെ മകള് വീട്ടിലേക്ക് വന്നു, ഫെബിനാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് പോയി, ഇനി അടുത്തത് കല്യാണത്തിന്റെ കാര്യങ്ങളാണ്. അതെ അവരൊരു ദിവസം എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും മാളു നീ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം, ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇത്ര സമയം സംസാരിച്ചാൽ മതി എന്നൊക്കെ നിങ്ങൾ ഓർഡർ ഇടുന്നത് പോലെയാണല്ലോ എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ, അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടേ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയായി എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല എന്നല്ലേ. അയ്യോ രേവതി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങളെ ഞാൻ പിന്നെ എടുത്തോളാം, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മാളുവിനെ കൂട്ടിയിട്ട് മാറി നിന്നിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ ആഗ്രഹിച്ച ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചത് ഒട്ടും തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് നടക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വേണം ആ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നമ്മുടെ അച്ഛനമ്മമാരുടെ ആശീർവാദം ഉണ്ടായാൽ മാത്രമേ ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി ചേച്ചി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നന്ദിയും മാളു നമ്മുടെ രേവതിയുടെ അടുത്തും പറയുന്നുണ്ട്. നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്ത അച്ഛനമ്മയ്ക്കും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റില്ലെന്നാണോ നീ വിചാരിച്ചത്? നീ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കണമായിരുന്നു. നീ ആഗ്രഹിച്ച ജീവിതം അതിനെക്കുറിച്ച് നീ വീട്ടിൽ പറയുകയും അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. പെട്ടെന്നൊന്നും സമ്മതിക്കില്ല, പക്ഷെ നീ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. എന്തായാലും ഇപ്പോ എല്ലാവരും സമ്മതിച്ചു. അത് ചെയ്യാതെ നീ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലേ ചെയ്തത്. ചേച്ചി എനിക്കിപ്പോ എല്ലാ കാര്യം മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് മാളു പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ മാളുവിനെ തിരിച്ച് അശോകന്റെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം സച്ചിൻ രേവതിയും കാറിൽ കയറുമ്പോൾ വീണ്ടും ബീരാൻ വരുവാണ് കേട്ടോ അങ്ങോട്ടേക്ക്. പരസ്പരം ആണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. താങ്ക്